നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇവിടെ ഭയങ്കര പെട്രോളിന്റെ മണമാണല്ലോ. ഇതിപ്പോ എവിടുന്ന് വന്നതാ? അതെ, നിങ്ങളെല്ലാരും ഇവിടെ നിൽക്കേ. എന്താന്ന് ഞാൻ പോയി നോക്കിട്ട്. പേടിക്കാനൊന്നുമില്ല. തറയിരുന്ന ഒരു പെട്രോൾ ക്യാൻ മറിഞ്ഞതാ. തറയിൽ അപ്പടി പെട്രോൾ ആയിട്ടുണ്ട്. അതിന്റെ സ്മെല്ലാ. അത് കുഴപ്പമില്ല, നമുക്ക് ക്ലീൻ ചെയ്യാം. വാ, നിങ്ങൾ വാ. പ്രതാപ, എന്റെ ജീവിതത്തില് ആദ്യമായിട്ടൊരു പരാജയ ഭീതി എനിക്ക് തോന്നി തുടങ്ങിയിരിക്കുന്നു. ചേച്ചി, നമ്മൾ തിരിച്ചറിയുന്നതിനൊക്കെ അപ്പുറമാണ് പാർവതി. പ്രതാപ, അവൾ എന്ത് വിചാരിക്കുന്നുവോ അത് നടന്നിരിക്കും. അവളുടെ ആഗ്രഹം പോലെയാണ് പ്രകൃതി പോലും പെരുമാറുന്നത്. അതാണ് എനിക്ക് അതിശയം. ഓരോന്ന് കണ്ട് ഞാനും അന്തം വിട്ടിരിക്കുക ചേച്ചി. നമ്മൾ ഈ ഗ്രാമത്തിന്റെ അതിർത്തി കിടക്കുമ്പോ ഈ വീട് മുഴുവൻ കത്തിരിയുമെന്നും അതോടൊപ്പം നമുക്കെതിരെയുള്ള എല്ലാ തെളിവുകളും എരിഞ്ഞ് ചാമ്പലാവുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. ആ കണക്കുകൂട്ടലിലാണ് എല്ലാം പ്ലാൻ ചെയ്തത്. പക്ഷെ അത് നടപ്പിലാകും മുമ്പ് ആ നശിച്ച ബോർഡ് കാറ്റടിച്ച് താഴെ വീണ് പ്രതീക്ഷകളൊക്കെ തകർന്നു വീണത്. അവർക്ക് ദൈവിക ശക്തികളുണ്ടെന്ന് ഉറപ്പാണ് ചേച്ചി. അതുകൊണ്ടാ നമ്മുടെ കണക്കൂട്ടലുകൾ തെറ്റിച്ചുകൊണ്ട് സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമാവുന്നത്. നമ്മളിനി എന്ത് ചെയ്യും ചേച്ചി? വീട് കത്തിക്കൽ എന്തായാലും നടക്കില്ല. പകരം ഇനി ഏതാണ്ട് 24 മണിക്കൂർ ഈ വീട്ടിനുള്ളിൽ എല്ലാവരും ഉണ്ടായിരിക്കും. അത്രയും സമയത്തെ സാവകാശം നമുക്കുണ്ട്. അതിനിടയില് പലയിടത്തും തിരഞ്ഞ് പാർവതി ആ വിരലടയാളം കണ്ടെത്താനും ശ്രമിക്കും. അതെന്തായാലും ഉറപ്പാ. അവളെ അതിന് അനുവദിക്കരുത്. ഒന്നിനു പിറകെ ഒന്നായി പല ജോലികളും കൊടുത്ത് വിശ്രമമില്ലാതെ അവളെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കണം. ജോലി തിരക്കിലായാൽ അവൾക്ക് പിന്നെ വിരലടയാളം കണ്ടെത്താൻ കഴിയില്ലല്ലോ. അവൾ ആ വിരലടയാളം ഒരു കാരണവശാലും കണ്ടെത്തരുത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.